So guys, welcome to another vlog. കുറേ നാളായി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട്. സോ ഇന്നൊരു വീഡിയോന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1 minute. ഓക്കെ, ഞാൻ കറന്റ് ഇവിടെയുള്ള നമ്മുടെ അശ്വിനി ജംഗ്ഷൻ. സോ അപ്പോൾ നമ്മൾ ഒരു ഷോപ്പ് റിവ്യൂ രീതിയിൽ അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഇവിടെയുള്ള നമ്മുടെ കോർപ്പറേഷൻ സ്റ്റേഡിയം, ഇന്നിപ്പോൾ തൃശ്ശൂരും മലപ്പുറം തമ്മിലുള്ള മാച്ച് നടക്കാണ്. അപ്പോൾ അതിലൊരു ക്രൗഡ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ. ഇപ്പോൾ സ്റ്റുഡൻസ് കാണുന്നുണ്ട്. സോ സ്റ്റേഡിയം നല്ല രീതിയിൽ പുതിയ കുറെ ആൾക്കാർ പുതിയ തൃശ്ശൂർ ആ ടീം ഏറ്റെടുത്തു എന്ന് കേട്ടപ്പോൾ സ്റ്റേഡിയം നല്ല രീതിയിൽ ഇപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പെയിന്റ് ഒക്കെ അടിച്ച് പിന്നെ ടർഫും കാര്യങ്ങളൊക്കെ പുതിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത്ര നാളത് അങ്ങനെ ഒരു വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടായിരുന്നില്ല പോയിരുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്ക് വരാം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡിപ്പോർട്ടീവോ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലേക്കാണ്. സോ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇപ്പോൾ ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് മെയിൻലി അങ്ങനെ എവിടെയൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള തൃശ്ശൂർ എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഈ ഷോപ്പാണ് സജസ്റ്റ് ചെയ്യാറ്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ തൃശ്ശൂരിൽ വെച്ചിട്ട് നമുക്ക് ക്രിക്കറ്റിന്റെ മെയിനായിട്ട് ക്രിക്കറ്റിന്റെ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു ഷോപ്പ് അതിപ്പോൾ ഡിപ്പോർട്ടീവാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ചോദിക്കും ലൊക്കേഷൻ എവിടെയാണ്. അപ്പൊ കുറെ പേർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറയാറുണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളിപ്പോ റൗണ്ടിലേക്ക് കടന്നു. അപ്പോ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് കുരിയച്ചിറയാണ്. കുരിയച്ചിറ പള്ളി എത്തണേക്കാളും മുന്നേ, ഇത്രയും കൂടിയും കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അറുപശാല എന്ന് പറയും തൃശ്ശൂര്. അവിടെ അതിന്റെ തൊട്ട് അടുത്തുള്ള വഴിയൂടെയാണ് പോവാ. സോ അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ വീഡിയോ കാണുന്നവർക്ക് ഇത് വഴി നോക്കിയിട്ട് പോവാലോ. സോ ഇപ്പൊ റൗണ്ടിലുണ്ട്. ഇനി നമുക്ക് ശക്തൻ ചാനലിലേക്ക് എത്തണം. ഞാൻ ആ റൂട്ടാണ് നോർമലി പിടിക്കാറ്. സോ അപ്പൊ അതുവഴി തന്നെ പോവാ. അപ്പോ വേറെ ഷോപ്പുകൾ എന്ത് ഇല്ല എന്ന് ചോദിക്കാൻ മീൻസ് ഉണ്ട്, ഷോപ്പുകളുണ്ട്, സ്പോർട്സ് ഷോപ്പുകളുണ്ട്. അപ്പോ ക്രിക്കറ്റ് മെയിനായിട്ട് ക്രിക്കറ്റ് ചെയ്യുന്ന ഒരു ഇതൊന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോ വേറെ ഷോപ്പുകൾ എന്തുകൂടി ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും ഒബ്വിയസ്ലി. സോ അതിന്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. കാരണം വെച്ചാൽ ബാക്കി ഷോപ്പുകളിൽ എനിക്കും കളക്ഷൻ നമുക്ക് വളരെ കുറവാണ് കമ്പയർ ചെയ്ത്. കളക്ഷൻ മീൻസ് ഇപ്പോ ഒരു എക്സാമ്പിൾ ഇപ്പോ ബാറ്റ് തന്നെ എടുത്തോ. ഇപ്പൊ നോർമലി ഇപ്പൊ നമുക്ക് ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു സൈസ് ബാറ്റ് കിട്ടണമെന്ന് ഇല്ല. ഇവിടെ ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു 3 ഷോപ്പ് ഉണ്ട്. ഞാൻ പിന്നെ അവരുടെ ഷോപ്പ് എടുത്ത് പറയുന്നില്ല. അപ്പൊ അവർക്ക് അതൊരു ഇതാവണ്ട വെച്ചിട്ട്. സോ കൂടുതൽ പേരും അങ്ങനെ ചെയ്യുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, അറിയാലോ എക്യുപ്മെന്റ്സ് എല്ലാം എക്സ്പെൻസീവ് ആണ്. ഇത്രയും വില കൂടുതലുള്ള സാധനം ഷോപ്പിൽ കൊണ്ടു വെച്ചിട്ട് അവർക്ക് പെട്ടെന്ന് അത് പോകണ്ടേ. ആ ഒരു ഇതിൽ എല്ലാവരും അത് എന്താ പറയാ ചെയ്യാറില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. സോ ക്രിക്കറ്റേഴ്സിന് വേണ്ടി അപ്പോ ഇങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഷോപ്പ് ഞാൻ ആദ്യമായിട്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ള എഫേർട്ട് ആള് എടുക്കുന്നുണ്ട്. ഇപ്പോ ഈ ലാസ്റ്റ് ഇപ്പൊ വന്നിട്ടുള്ള നമ്മളിന്ന് കാണാൻ പോകുന്നതൊക്കെ പുതിയ സ്റ്റോക്കാണ്. ഈ പറഞ്ഞ സ്റ്റോക്ക് ഇപ്പൊ അവര് ഡയറക്റ്റ് എന്താ പറയാ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ പോയിട്ടാണ് എടുത്തിരിക്കുന്നത്. സെലക്റ്റഡ് ആണ് എല്ലാം. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് അറിയാം അവരെന്തോരം എഫേർട്ട് എടുക്കുന്നത്. ഇപ്പോ എല്ലാ ബാറ്റും ഒരുവിധം എല്ലാ ബ്രാൻഡും വരുന്നത് മീററ്റ് ആ സൈഡിൽ നിന്നാണ്, നോർത്ത് ആ സൈഡിൽ നിന്നാണ് മേക്കിങ്. അപ്പൊ അത്രയും ദൂരം പോയി അവിടെ ഒരു 1 വീക്ക് സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഇത് ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് വരുമ്പോ നിങ്ങൾക്ക് അതിന് മനസ്സിലാവും എന്തോരം എഫേർട്ട് ഇടണം. സോ അതൊക്കെ രീതിയിൽ ചെയ്തിട്ടാണ് ആ ഷോപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഷട്ടനിൽ എത്തിയിട്ടുണ്ട്.
സോ സെക്കൻഡില് എത്ര ലെഫ്റ്റ് എടുത്ത് തിരിയണം. നമ്മള് സെക്കൻഡ് സ്റ്റാൻഡില് ഒരു ആകാശപാത അവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ പേര് തന്നെയാണ് തോന്നുന്നു. സോ നിങ്ങൾ തൃശ്ശൂർക്കാരില്ലാത്തവർ ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കി ജസ്റ്റ് ഒന്ന് കയറി നോക്കാവുന്നതാണ്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അതിന് മുകളിൽ നിന്നുള്ളൊരു ട്രാഫിക് ആണ്. ഒരു വട്ടം കയറിയുള്ളൂ. സോ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് പോവാണ്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് വന്നാൽ നമുക്ക് പിന്നീട് ഒരു റൗണ്ട് ബോട്ട് കാണാം. സോ ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകും. ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് നമുക്ക് പോകുന്നത് തിരിച്ചറോ ഇതുവഴിയാണ് നമുക്ക് ഒല്ലൂര് ഇങ്ങനെ എറണാകുളം പോകുന്ന റൂട്ട്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 3 മിനിറ്റുള്ളൂ ദൂരം. റൂട്ടിൽ എപ്പോഴും നല്ലൊരു ട്രാഫിക് പ്രതീക്ഷിക്കാം കേട്ടോ ഈവനിങ് ഒക്കെ വരുമ്പോ. ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു പിട്ടാപ്പള്ളിയുടെ ഒരു ഗ്ലോബ് കാണാൻ പറ്റണ്ട. അതല്ലെങ്കിൽ പിട്ടാപ്പള്ളിയുടെ ഷോറൂം. അത് കഴിഞ്ഞിട്ടുള്ള റൈറ്റ് ആണ് ഈ നമ്മൾ പറഞ്ഞ ഷോപ്പിലേക്കുള്ള വഴി. സോ അതിന്റെ റൈറ്റ് കാണുന്നായിരുന്നു ആ സിഗ്നല്. ഇത് മാത്രമാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, ഇങ്ങോട്ട് തിരിയാനുള്ള ഒരു. സോ ഇതാണ് വഴി. ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് പറഞ്ഞതാണ് അറവുശാല എന്ന് പറഞ്ഞത്. നഗരസഭയുടെ കീഴിലുള്ള. ഓക്കെ, പിന്നെ ഈ വഴിക്ക് കയറിയ പിന്നെ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. നേരെ ചെന്ന് എത്തണത് ഷോപ്പിന്റെ ലൊക്കേഷനാണ്. അതെ, കാണുന്ന വലിയ ബിൽഡിംഗ് അതിൽ അതിലാണ് ഷോപ്പ്. ഇത് തൃശ്ശൂര് സ്പോർട്സ് സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആണ് ഈ സ്പേസ്. ഇവിടെ മെയിനായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാഡ്മിൻ്റൺ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, പിന്നെ ജിമ്മ്, അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ളൊരു ഓൾ ഇൻ വൺ ഒരു സ്പേസ് ആട്ടോ. ഇതിൽ കയറിയിട്ട് റൈറ്റ് സൈഡിലാണ് ഷോപ്പ് വരുന്നത്. കയറി ചെന്ന് റൈറ്റ് സൈഡ് ഇതാണ് ഷോപ്പ്. സോ ഫൈനലി നമ്മൾ ഷോപ്പിലെത്തിയിട്ടാ. അപ്പോൾ ഞാൻ വരുമ്പോൾ പറഞ്ഞിരുന്നില്ലേ വൈ ഡിപ്പോർട്ടിയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടിട്ടാണ് ഞാൻ വന്നത്. സോ അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ വ്യക്തമാക്കി തരാം. ഞാൻ ഇന്ന് തിരിയണോട് കൂടി നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, റെഡി? സോ ഇതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, എൻ്റെ ബാക്കിലിരിക്കുന്ന ബാറ്റുകൾ നിങ്ങൾക്ക് കാണാൻ ഓരോന്നോരോന്നായിട്ട് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാൻഡുകളാണ്.
കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മേജർ റീസൺ. ഇപ്പോൾ നമുക്കിപ്പോൾ അവൈലബിലിറ്റി നോക്കുമ്പോൾ എല്ലാ ബ്രാൻഡിലും വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ റൈറ്റിൽ നിന്ന് ഇത് കുക്കബൂറ, അത് കഴിഞ്ഞിട്ട് ഇത് വെർസൻ്റെ പുതിയൊരു ബ്രാൻഡാണ് ഇപ്പോൾ മാർക്കറ്റിൽ വന്നിട്ടുള്ളതിൽ. പിന്നെ എല്ലാവർക്കും പരിചയമുള്ള SF, അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ ബാസ്, സിയറ്റ്, പിന്നെ പ്രോ, MRFിൻ്റെ ഒരു എങ്ങനെ പോയാലും ഒരു 10-30 ബാറ്റോളം കൂടി ഉണ്ട്. പിന്നെ SS ജഡേജയുടെ വേർഷൻ ആയിട്ടുള്ള ബാറ്റ്, പിന്നെ ന്യൂ ബാലൻസ്, പിന്നെ ഇംഗ്ലീഷ് പ്ലേയേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുന്ന അവരുടെ തന്നെ സ്വന്തം ബ്രാൻഡ് ഗ്രാനിക്കോളസ്. സോ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു 5 ബ്രാൻഡ് പറഞ്ഞു. ഇനിയിപ്പോൾ അതേ അടിയിൽ SGയുടെ എല്ലാ മോഡൽസും ഉണ്ട്. മോഡൽ മീൻസ് സ്പെഷ്യലി പ്ലേയേഴ്സിന് വേണ്ടി ചെയ്തിട്ടുള്ള ബാറ്റുകൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, എക്സാമ്പിളായിട്ട് HPയുടെ ഹാർദിക് പാണ്ഡ്യയുടെ T20 വന്നിട്ട്, അതേപോലെ തന്നെ പിന്നെ ഇവിടെ ഋഷഭ് പന്തിനുണ്ടായിരുന്നു, അതുപോലെ ഋഷഭ് പന്തിനുണ്ട്, KL രാഹുലിനുണ്ട്. അങ്ങനെ അവരുടേതായ സ്പെഷ്യൽ അവരുടെ പ്രൊഫൈലിൽ തന്നെ ബാറ്റുകളുണ്ട്. ഓക്കെ, സോ പിന്നെ ഫൈനലായിട്ട് ഇത് SS. സോ SS എല്ലാണ്ട് ഇത് പല എഡിഷൻ ധോണിയുടെ, പിന്നെ ഇതേപോലെ എനിക്ക് തോന്നുന്നത് റസലിൻ്റെ, പിന്നെ സ്കൈയുടെ, സൂര്യകുമാറിൻ്റെ, പിന്നെ സ്മാക്കർ സീരീസ്, പിന്നെ റേഞ്ചർ, അങ്ങനെ കുറച്ച് ബാറ്റ്. ഓക്കെ, ഇതൊക്കെ ബാറ്റ് ഇരിക്കുക. മറ്റേ ഈ സ്പേസിൽ വെക്കാൻ പറ്റാത്തതിൽ ഇവിടെ ഇല്ല. പിന്നെ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ മെയിനായിട്ട് എനിക്കൊരു സജസ്റ്റ് ചെയ്യാനുള്ള ബാറ്റ് ഇതാണ് പ്രോൻ്റെ. അവരുടെ വില്ലായാലും ഐ മീൻ ബാലൻസ് അത്യാവശ്യം നല്ല ഹെവി പ്രൊഫൈലാണ്. അത് കാരണം ബാറ്റ് പെട്ടെന്ന് പൊട്ടുക അങ്ങനത്തെ സീനൊന്നും വരില്ല. അങ്ങനെയാണ്. അപ്പോൾ 2 പേർക്കൊക്കെ സജസ്റ്റ് ചെയ്ത് അവർ കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. ഓക്കെ, ഇനി KGയുടെ ഒരു സെക്ഷൻ അതിനാണ്. അപ്പോൾ ഇതാണ് KGയുടെ ബാറ്റ്. ഇതൊക്കെ മിക്സഡ് ആയിട്ടിരിക്കുന്നതാണ്. ബാക്കി അവിടെ ഇല്ലാത്ത സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കുറേ തുറന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ബാറ്റിൻ്റെ അപ്ഡേറ്റ്. ഓക്കെ, പിന്നെ വരുന്നത് D9. ഇപ്പോൾ 2 മോഡൽസ് വരുന്നുണ്ട്. ഇത് അവരുടെ ഉള്ളതിൽ ഹൈ എൻഡ് മോഡലാണ്. ഫസ്റ്റ് മോഡലിൽ അവർക്ക് ഇറക്കിയപ്പോൾ കുറേ എന്താ പറയുക, കസ്റ്റമറുടെ രീതിയിൽ നിന്ന് കുറേ കമൻസ് വന്നപ്പോൾ അവർ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇതാണ് D9. ഇതിൽ ഇങ്ങനത്തെ നെയിൽസ് കൊടുത്തിരിക്കണം. സോ ലൈറ്റ് വെയിറ്റ് ആണ്, ഉള്ളിൽ നല്ല കുഷ്യനിങ് ഉണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടാവുന്ന ഒരു നല്ല ഇതൊക്കെ നല്ല എന്താ പറയുക പ്രൊട്ടക്ഷൻ ഉണ്ട്. ഞാനിവരുടെ ഫസ്റ്റ് മോഡൽ യൂസ് ചെയ്തിട്ടുള്ള ആളാട്ടോ. ഫസ്റ്റ് മോഡലിലേക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ അവരുടെ ഗ്രിപ്പൊന്നും അന്ന് അത്ര കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടിട്ട് തോന്നുന്നു. ബൊറേലിനെ 2 കളറിൽ, ഒന്ന് ഗ്രീന്, പിന്നെ ഒന്ന് നമുക്ക് ബ്ലൂ ആണ് ഞാൻ കാണിക്കാം. നല്ല കളർ കോമ്പിനേഷനാണ്. അതിന് ജസ്റ്റ് 2200 ആണ് വരുന്ന റേറ്റ്. ഒരു അഫോർഡബിൾ റേറ്റ് തന്നെയാണെന്ന് പറയാം. ബിക്കോസ് നോർമൽ ഒരു ഷൂവിന് എങ്ങനെ പോയാലും ഒരു 1500 ആ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഷൂ ഫാസ്റ്റ് ബോളേഴ്സിനായാലും പെർഫെക്റ്റ് ആണ്. ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കുമ്പോൾ ഈ ഒരു ഇത് കണ്ടില്ലേ, കർവ് നല്ല റണ്ണിങ്ങിന് നല്ല സപ്പോർട്ടീവായിട്ട് നമുക്ക് ടോലിങ്ങനെ ഓടാം. അങ്ങനെ ഒരു എനിക്കിപ്പോൾ കണ്ടതിൽ നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു മേക്കിംഗ് ആയിട്ടുണ്ട്. ബാസ് വാമ്പയർ അവരുടെ ഷൂസാട്ടോ. അവരുടെ സ്ട്രാപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല ലൈറ്റ് വെയിറ്റ് തന്നെയാണ്. ബാക്കിലേക്ക് ഒരു ചെറിയൊരു ഇതൊക്കെ വരുന്നുണ്ട്. ബാക്കിലേക്ക് ഇങ്ങനെ ഒരു എക്സ്ട്രാ ഗ്രിപ്പൊക്കെ. സോളൊക്കെ ഏകദേശം സെയിമാണ്. മറ്റ് നമ്മുടെ എന്താ പറയുക
D9 ഒക്കെ ഏകദേശം ആ ഒരു ഗ്രിപ്പാണ് അടിയിൽ വരുന്നത്. കളർ കോമ്പിനേഷനും അത്യാവശ്യം കുഴപ്പമില്ല, നല്ല എടുത്ത് നിൽക്കും. നമ്മൾ ഇവിടെ നിന്നാലും അറിയാൻ പറ്റും. SF-ൻ്റെ മോഡല് SF ഇതൊക്കെ ലിമിറ്റഡ് ഉള്ളൂ കേട്ടോ, അധികം സൈസ് അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. കുറച്ച് പെട്ടി ഇവിടെ കാണാമല്ലോ. ന്യൂ ബാലൻസിൻ്റെ ഒരു മോഡല്, പുതിയ മോഡലാണ്. പക്ഷെ അത് ഓഫറിൽ ഇട്ടിട്ടില്ലാന്ന് പറഞ്ഞേ. സോ ചെറിയൊരു ഹെവിനെസ് ഉണ്ട്, പക്ഷെ നല്ല സോളാട്ടോ. അറിയാലോ ന്യൂ ബാലൻസ് ആണ്. ചെറിയ സ്റ്റഡ്സ് വരുന്ന അടിയിൽ നല്ല രസമുണ്ട് കാണാൻ. ഇത് സൈസ് 10 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 10 രണ്ട് ബോക്സ് ഉണ്ട്, 2 പെയർ. ഇത് 8000 വരുന്ന ഷൂ ആണ്. ഇതിപ്പോൾ ആഫ്റ്റർ ഡിസ്കൗണ്ട് 4000 വെച്ച് 50% ഓഫറിൽ അവർ കൊടുക്കുകയാണ്. ബിക്കോസ് ലാസ്റ്റ് 2 ബോക്സ് വെച്ച് 2 ഇതുള്ളൂ അവൈലബിൾ ആയിട്ട്. അപ്പോൾ നോക്കണ്ടവർക്ക് നോക്കാം. സൈസ് 10 ആണ്. ഓക്കെ, സോ അടുത്തത് നമ്മുടെ DSC ജാഫ. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ യൂസ് ചെയ്യുന്നൊരു ഷൂസ് ഇതാന്ന് തോന്നുന്നു. നന്നായി എല്ലാവരും നല്ല കമൻസ് പറയുന്നുണ്ട്, നന്നായി ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ. ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ എൻ്റെ 2-3 ഫ്രണ്ട്സ് യൂസ് ചെയ്തിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് വന്ന് 3 കളർ അവൈലബിൾ ആണ്. ഞാൻ ബാക്കി കളർ കാണിച്ചു തരാം. ഇതാണ് അടുത്ത കളർ. ഒരു ബ്രസീലിയൻ ടച്ച് ഉണ്ടല്ലേ, പച്ചി മഞ്ഞ്. സോ ഇനിയൊരു കളറും കൂടി ഉണ്ട്. സോ ഇതാണ് 3ാമത്തെ കളർ. ചെറിയൊരു ഫുള്ളി ഡിസൈനൊക്കെ ഉണ്ട്. ചെറിയ ഡിസൈൻസ്. സോ ഉള്ളതിൽ ഇതാ ഇഷ്ടമായത്. എൻ്റെ ഒരു ചോയ്സ് ഇതായി കളർ. സോ ദിസ് ഈസ് ദ തേർഡ് വൺ. അടുത്തത് DS. സോ ക്രിക്കറ്റ് ബ്രാൻഡിൽ ഷൂവിൽ വെച്ചിട്ട് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂസ് അതിലൊന്നാണിത്. S6 Gel Peak 3 ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇത് 2 കളറിൽ വരുന്ന, ഒന്ന് ബ്ലൂ പിന്നെ ഈ ഓറഞ്ച് കളറിൽ വരുന്ന. പിന്നെ ഇത് കൂടാണ്ട് നമുക്കുള്ളത് Gel Peak 2 ആണുള്ളത്. സോ S6 Gel Peak സീരീസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മോഡലുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ വന്ന് അന്വേഷിക്കാം, അതല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാളും നല്ലൊരു ഓഫർ റേറ്റിൽ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ മോസ്റ്റ് വീക്കെൻഡ്സിൽ ഓഫറുകൾ വരാറുണ്ട്. സോ അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ അവരുടെ വാട്സപ്പ് അക്കൗണ്ടിൽ ജോയിൻ ചെയ്യാം. സോ ആരെങ്കിലും എടുക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കതൊന്ന് അയച്ചു കൊടുക്കാം.